അപ്പൊ നമ്മളെ മാങ്ങയെല്ലാം ഇതാ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അതേ സിംഗപ്പൂർ ചക്ക വേണോ? വേണ്ടേ? അപ്പൊ നമ്മളെ അരിയുണ്ടെല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പെട്ടിയപ്പം ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഹായ് ഹായ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷു എല്ലാം എങ്ങനെയുണ്ട്? എല്ലാവരും അടിച്ചു പൊളിച്ചാ? അപ്പോൾ എല്ലാവർക്കും കൈനീട്ടെല്ലാം കിട്ടിയിട്ടുണ്ടാവും വിഷുവിന്. കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പോൾ കൈനീട്ടം എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനമാണ്. വിഷുക്കണി വെച്ചാൽ അത് കാണുമ്പം കൈനീട്ടം അതൊരു പ്രധാനമാണ്. മുമ്പെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് വിഷു കണി കണ്ടിട്ടാകുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെല്ലാം കണി കാണാൻ പോവും. ആടുന്നും കൈനീട്ടും കാരപ്പും ചിലവർ ഉള്ളിവടിയും പഴംപൊരി എല്ലാം ആക്കും, അതെല്ലാം തരും. അപ്പം വെടി പൊട്ടിക്കാനായാലും വെടിയെടുത്തിട്ട് അടുത്ത വീട്ടിലേക്ക് പോവും. അതെല്ലാം ഒരു ആഘോഷം തന്നെയാണ്. ഇപ്രാവശ്യത്തെ വെടി പൊട്ടിക്കലൊന്നും നമ്മ വെടീന്റെ ഭാഗത്തേക്കേ പോവാൻ നമുക്ക് സമയം കിട്ടിയില്ല, നോക്കാനും സമയം ഉണ്ടായിട്ടാ. കുഞ്ഞോള് ഒന്ന് ഇളയപ്പന്റെ വീട്ടിൽ അടപ്പുണ്ടെങ്കിൽ പൊട്ടിച്ച് കുറെ ഇടുന്ന് പൊട്ടിച്ച് നമുക്കൊന്നും നോക്കാനൊന്നും സമയം ഉണ്ടായിട്ടാ. വെടി ഇനി കൊണ്ടുവന്നതും ബാക്കിയുണ്ട് അത്രേ, അത് നമുക്ക് ഇനി സമയം പോലെ പൊട്ടിക്കാമേ. വിഷു കഴിഞ്ഞാലും നമുക്ക് വിഷു ആഘോഷിക്കാം. ആ സമയത്ത് നമുക്ക് ഭയങ്കര തിരക്കാന്നുണ്ടായിനി. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ വിഷു? ഇപ്രാവശ്യത്തെ വിഷു അടിപൊളിയാണ്. ഭയങ്കര തിരക്കും കാരപ്പത്തിന്റെ ഓർഡറും ചുടലും കൊടുക്കലും എല്ലാത്തിന്റെ തിരക്കാണ്. പിറ്റേ ദിവസത്തേക്കൊന്നും ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടാട്ടാ. ഈ അതിന്റെയും പിറ്റേ ദിവസത്തേക്ക് ആകെ അടി കിട്ടിയ പോലെ അതിന് കയ്യെല്ലാം വേദന എടുക്കാൻ തുടങ്ങി, അങ്ങനെല്ലാം ബുദ്ധിമുട്ടായി. അപ്പോൾ ഇന്ന് നമ്മ കുറച്ച് അരിയുണ്ട ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. അരിയുണ്ട മാത്രമല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ കരുവള്ളൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതെ, അപ്പൊ ലിജിക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകണം. അപ്പം അരിയുണ്ട ആദ്യം ഉണ്ടാക്കിയെന്ന് അരിയടെ പുതിർത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ചിട്ടാകുമ്പോൾ കറിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മ സംരംഭം നമ്മളെ പഞ്ചായത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അപ്പൊ കുടുംബശ്രീന്റെ സ്റ്റാൾ ഉണ്ടാവും ഫെസ്റ്റിൽ. എല്ലാവരും ആടെ പലഹാരം അവരെന്നാന്ന് സംരംഭം ഉണ്ടാക്കുന്നത്. ഇപ്പം ലോഷനും സോപ്പ് അങ്ങനെ ഓരോരോ ആൾ ഓരോരോ വിധത്തിലായിരിക്കും. അപ്പം അതെല്ലാം അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സംരംഭം ഇല്ലവർ 2-3 ആൾക്ക് ഓരോ ദിവസം ചാർജ് കൊടുക്കും. അപ്പോൾ അവരാണ് സ്റ്റാളിൽ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കണം സ്റ്റാളിൽ, എനിക്കും ചാർജ് ഉണ്ട്. അപ്പോൾ ഇന്ന് അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അരിയുണ്ടിയും ഉണ്ണിയപ്പവും ആക്കുന്നത്. അപ്പം ഫെസ്റ്റ് തുടങ്ങിയിട്ട് 4-5 ദിവസമായി. 12-ാം തീയതി തുടങ്ങിയതാണ്. നമുക്ക് നമ്മളെ എന്തെല്ലോ തിരക്ക്, ഉണ്ണിയപ്പത്തിൻ്റെ അതിൻ്റെല്ലാം ഓർഡർ എടുക്കലും തിരക്കെല്ലാം ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുകൊടുക്കാൻ ഇതുവരെ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെയും മിനിയാന്നെല്ലാം നല്ല തിരക്കാണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനം അങ്ങനെ വിറ്റ് കഴിഞ്ഞ് പോയി. കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുവന്നോ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് അരിയുണ്ടി ഉണ്ണിയപ്പം ആക്കിയിരുന്ന് കൊണ്ടുപോകാമായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് രാവിലെ തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. 1 കിലോ അരി എടുത്തിട്ട് കഴുകി, ഇത് പിന്നെ മറ്റേ നൂർജഹാൻ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി പിന്നെ അരിപ്പയിലിട്ട് വെള്ളമാറ്റിയിട്ട് തുണിയിലിട്ടിട്ട് വെയിലിന് വെച്ചു. എന്നാൽ വേഗം നമുക്ക് വെള്ളമാറ്റി കിട്ടുമല്ലോ. അങ്ങനെയാണ് ഇപ്പം ഇത് വറുക്കുന്നത്. ഓട്ടിൻ്റെ ചട്ടിയിലിട്ട് വറുത്തെടുക്കുക. കുറേശ്ശെ വറുത്തെടുക്കുന്നത്. കൂടുതൽ വറുത്താൽ അത് എല്ലാം പൊരിഞ്ഞു കിട്ടൂല. കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് വേഗം പൊരിഞ്ഞു കിട്ടും. അപ്പോൾ പുറത്തടുപ്പത്തുനിന്നാണ് ഇന്നാക്കുന്നത്. അതെ, ഭയങ്കര ചൂട് ഉള്ളിൽ. അപ്പോൾ ഇടുന്നാകുമ്പോൾ കുറച്ച് കാറ്റം കിട്ടുമല്ലോ വെച്ചിട്ടാണ് വറുക്കുന്നത്. മണങ്ങണം എന്നാലും. ഇതെല്ലാം വറുത്തെടുത്തു. എനിക്ക് 2 വട്ടം കൂടെ വറുത്താൽ തീർന്നു. ഇനി ഇതും കൂടെ ചെയ്യില്ലോ അമ്മ? ഇതാ കുറച്ചും കൂടി അവിടെ ബാക്കിയുണ്ടല്ലേ? കുറേശ്ശെ വറുത്താൽ നല്ല നമുക്ക് പൊരിഞ്ഞു കിട്ടുള്ളൂ. മറ്റേ ഓരോ അരി ഇങ്ങനെ ഉണ്ടാവും. അപ്പം നല്ലതാവില്ല നമുക്ക്. ഒച്ച കേട്ടോ പൊരിയുന്ന പൊരിഞ്ഞ് ഇങ്ങനെ പൊട്ടുന്ന റെഡി ആയിട്ടുണ്ട് അല്ലേ? റെഡി. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടിയെല്ലാം നോക്കുന്നുണ്ട്. ഇതാ പുറത്ത് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അരി വറുത്ത അടുപ്പത്ത് തന്നെ ചോറിന് വെള്ളം വെച്ചു. അപ്പോൾ അമ്മ അതാ നമ്മളെ കാരപ്പത്തിനില്ലേ തേങ്ങ പൂളേന്ന് കേട്ടാ നെയ്യിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ അരിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരി തീമിലിട്ട് കേട്ടാ നല്ല ചൂടാട്ടെ. നല്ലോണം ചൂടായിട്ട് ഇടാം അല്ലേ? റേഷൻ അരിയാണ്. അപ്പോൾ വെള്ളം നല്ലോണം ചൂടായിട്ടാകുമ്പം ഇട്ടാൽ മതി.
അരിയെല്ലാം കഴുകി അടുപ്പത്തിട്ടതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാലും ഞാൻ വേഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് തയ്ച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിനി. അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലോ ഇതുപോലെയുള്ള തിരക്ക് വന്നേരം എനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ അമ്മ അരിയുണ്ടിയെല്ലാം റെഡിയാക്കുമ്പോൾ തന്നെ ഞാൻ വേഗം ബ്ലൗസെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ബ്ലൗസെല്ലാം വേഗം കട്ട് ചെയ്ത് വെച്ചിട്ട് വേഗം പകുതി ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി ഇട്ടു. ഇപ്പം അരിയെല്ലാം പൊടിച്ചിട്ട് ഉണ്ട ഉരുട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അനിയാൻ്റെ കൈ നല്ല സ്ട്രോങ് ആയിരിക്കും. ഉണ്ട ഉരുട്ടാൻ വേണ്ടിയിട്ട് അനിയാട്ടിനും സഹായിക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാനും കഴിക്കുക നെയ്യെല്ലാം ആക്കിയിട്ടുണ്ട്. ഉണ്ട ഉരുട്ടിട്ട് വേഗം ചൂടോടെ ആവുള്ളൂ, ഉണ്ടാവൂല. ചൂടേടാ അമർത്ത് പിടിക്കണം. അപ്പൊ നമ്മളെ അരിയുണ്ടല്ലതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയുണ്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തണ്ണിട്ടാകുമ്പോ പേക്കാക്കണം ലിജി. അപ്പോൾ നമ്മളെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഉണ്ണിയപ്പം ഇപ്പൊ വിഷു പ്രമാണിച്ച് എല്ലാ വീട്ടിലും ഉണ്ടായതുകൊണ്ട് ഉണ്ണിയപ്പം നമ്മളിപ്പോൾ ഇന്ന് കൊടുക്കുന്നില്ല. അയച്ച് വിളിച്ചു ചോദിച്ചാൽ അവിടെ ഓൾറെഡി ഇല്ല തന്നെ പാക്കറ്റ് ഉണ്ട് അത്ര. അപ്പം ഇപ്പം എന്നാക്കുന്നു വേറെ പൊട്ടിയപ്പം ആക്കാന്ന് വിചാരിക്കുന്നത്, നോക്കട്ടെ. അല്ലെങ്കിൽ ഇത് മാത്രം കൊണ്ടുപോകാം. ആക്കുന്നുണ്ടെങ്കിൽ ഒരു 3-5 പാക്കറ്റെങ്കിലും വേണ്ടേ, ആക്കേണ്ടി വരും. അപ്പോൾ നോക്കാം, പറ്റെങ്കിലാക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത് മാത്രം കൊണ്ടുപോകും. ആക്കിയെങ്കിൽ കാണിക്കാം. ഹലോ, എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ലിജിയും ലേഖയും കൂടിയിട്ട് അരി ഉണ്ടാക്കിനി. ഞാൻ ഇവിടുത്തെ അരി ഉണ്ടാക്കിയത് ഇതുവരെ ടേസ്റ്റ് നോക്കിയിട്ടില്ല, ആദ്യമായിട്ട് നോക്കിയെന്ന്. അപ്പോൾ നോക്കിയിട്ട് അമ്മ ആദ്യമായിട്ടല്ലേ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. കാരപ്പും പിന്നെ പത്തലും അങ്ങനത്തെ എല്ലാം അമ്മ തിന്നിനി. ഇന്ന് രാവിലെ അമ്മ പത്തലാക്കിയിട്ടുണ്ടായിനി. അപ്പൊ അതെല്ലാം ടേസ്റ്റ് നോക്കിനി. പത്തല് സൂപ്പറാണ്. അത് കറിയില്ലെങ്കിലും ഇവിടെ ഇങ്ങനെ ചൂടോട് തിന്നാൻ നല്ല രസമുണ്ട്. അപ്പൊ അരി കൊണ്ട് ഇഷ്ടായി. നല്ല ഇഷ്ടായി. അധികം മധുരവുമില്ല, കുറഞ്ഞതുമില്ല. അപ്പൊ നമ്മളെ മാങ്ങയെല്ലാം ഇതാ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. വേറെ ഗോമാങ്ങയാന്ന്. അപ്പൊ അനിയാട്ടിന് ഇപ്പം കേറിയിട്ട് കുറച്ചെണ്ണം പറിച്ചിട്ടുണ്ട്. ഇതാ നമുക്കിത് മുറിച്ച് തിന്നാം. നല്ല ഗോമാങ്ങ, നല്ല രസമാണ് കേട്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അച്ചാറാക്കാൻ അത്ര പറ്റൂല, പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് മാമ്പഴ പച്ചടി ആക്കിയില്ലേ, മാങ്ങ പച്ചടി, ഇത് മുറിച്ചിട്ടിട്ട് പച്ചടി ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പച്ചടി ആക്കുന്ന വീഡിയോ നമ്മൾ മറ്റൊരു ദിവസം കാണിക്കുക. കുറേ ഇനി പഴുത്ത് വീഴാനുണ്ട്. മധുരമുണ്ട്. മഴ പെയ്തിട്ട് മെമ്മയും പഴുക്കാലേ മാങ്ങയല്ല. അതുണ്ട് അണ്ടിയും വിട്ടു ഇന്ത്യ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു മുള്ളൻ ചക്ക കിട്ടിയിട്ടുണ്ട്. സിംഗപ്പൂർ ചക്കയാ, സിംഗപ്പൂർ ചക്കയാന്ന് തോന്നുന്നു. പക്ഷെ വിഷു തിരക്കായതുകൊണ്ട് നമുക്ക് അന്നേരം മുറിക്കാൻ പറ്റിയിട്ട് അന്നേരേ പഴുത്ത്. ഞാൻ ഇത് കണി കാണാനെല്ലാം വെച്ചിട്ടുണ്ടായിനി. അമ്മ കണി കാണാൻ വെച്ചിട്ട് ഇത് നമ്മളെ കണി പോലും കാണിക്കാൻ പറ്റിയിട്ടാലാമേ നമുക്ക്. അതെ, മൊത്തം തിരക്കായിട്ട്. ഇനി നിങ്ങളുടെ നാട്ടിലെല്ലാം എന്നാന്ന് പേര് പറയലൊന്ന് പറയണേ. ഇവിടെ നമ്മ സീമച്ചക്ക എന്ന് പറയല്. ഈ സിംഗപ്പൂർ ചക്ക, മുള്ളൻ ചക്ക എന്നെല്ലാം പറയും. ഇങ്ങനെ മുള്ളുണ്ടായതുകൊണ്ട്. പിന്നെ ഇതിന് എന്താന്ന് പേര്, ശരിയായ പേരെന്താന്ന് അറിയില്ല. പച്ച കളറിൽ പുറത്തെല്ലാം ഇങ്ങനെ മുള്ളുണ്ടാവും. ഇതുപോലെ മുള്ള്. ഇത് നല്ല ഔഷധം എന്ന് പറഞ്ഞേക്കാം. പച്ച കറിയൊക്കെ അല്ലേ ഇത്? ഇല്ല അല്ലേ, പഴുത്തിട്ടേന്നില്ല. പഴുത്തിട്ട് തിന്നിട്ടാണ്. ആയിസ് നല്ല അടിപൊളിയാണ് അമ്മ. അമ്മ വെച്ച് പേടായി പോയോ അമ്മ എന്ന് പേടിച്ച്. ഒന്നങ്ങോട്ട് ഒരു കഷ്ണം കൂടി എടുത്തോട്ടാ, അമ്മക്കെല്ലാം കൊടുക്കാം. ടേസ്റ്റ് നോക്കാം. അതിൻ്റെ കുരു എന്താട്ടാ അതിൻ്റെ കുരു നട്ടാ മുളക്കുവാ. ഇവിടെ നമുക്ക് അവിടെ മുമ്പിലുണ്ട് ഒരു തൈ ഉണ്ടായിട്ടാണ്. ആയിട്ടുണ്ടാ? രസമുണ്ട്. കുരുവാണോ? ഒരു പുളിയും ഒരു മധുരവും. ഒരു മധുരവും.
മുമ്പെല്ലാം നമ്മളെ പാറമ്മേൻ്റെ വീട്ടിലുണ്ടായിട്ടമ്മേ അത്ര ആടുന്ന് ഇത്ര ചെറുതാ പറിച്ചെന്നാല് ആ ഒരു ഓർമ്മ ഈ ടേസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു കറുത്ത കുരുവാണ്ടവർ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടാ അല്ലേ? അതൊക്കെ ഇഷ്ടമായി ഇത് നല്ലോണം പഴുത്തിന് തണുപ്പും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് പുളിക്കുകയും ചെയ്യുന്നു മധുർക്കുകയും ചെയ്യുന്നു. അതേ സിംഗപ്പൂർ ചക്ക വേണോ? വേണ്ടേ? എന്താപ്പോ വേണ്ടാത്ത? അമ്മക്ക് കൊടുക്കാം സിംഗപ്പൂർ ചക്ക. അമ്മ ഇതുവരെ തിന്നിനോന്ന് അറിയില്ല. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്ന് ഇല്ല കേട്ടാ. എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ തിന്നും, പക്ഷെ എന്തോ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. ലോകുന് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അതിൻ്റെ ടേസ്റ്റ്. അമ്മക്ക് ഒരിക്കൽ കൊടുക്കും. അമ്മക്ക് ഇഷ്ടമായിട്ടാ? രസമുണ്ടാ? ഞാൻ തിന്നു പാടുന്നു 2 പീസ്. അപ്പം നമ്മളെ പെട്ടിയപ്പൂട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മ പെട്ടിയപ്പത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് പരത്തുന്നുണ്ട്. അമ്മ അതായിരുന്നു ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടു കൊടുക്കാനും സമയമായി. ഇനി എല്ലാം പാക്കാക്കി സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ട് വേണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി. പെട്ടിയപ്പത്തിൻ്റെ 6ാം നമ്പറിൻ്റെ എല്ലാം വീഡിയോ റെസിപ്പി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അരിയുണ്ടേൻ്റെയും റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കാന് അല്ല മാ. അപ്പം നമ്മളെ പെട്ടിയപ്പം ഇവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ചുടാനിട കുറച്ച് ബാക്കിയുണ്ട്. നല്ല കോൺ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മ അരിയുണ്ടെങ്കിൽ കാരപ്പം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിന്. പിന്നെ കാരപ്പത്തിന് ഇപ്പൊ വിഷു കഴിഞ്ഞോണ്ട് ഡിമാൻഡ് കുറഞ്ഞോണ്ട് നേരെ പെട്ടിപ്പത്തിലേക്ക് പോയി. എല്ലാവർക്കും വേണ്ടി വരും. അതെ. അപ്പൊ നമ്മളെ പാക്കറ്റിൽ ഇതാ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കൊണ്ടു കൊടുക്കാൻ പോവാ. ഫെസ്റ്റിന്റെ അടുത്താന്ന് പറഞ്ഞുകൊണ്ട് ലോകൂട്ടം പറഞ്ഞ് ഞാനും വരുന്നത്. ഇന്ന് ഇതിനൊന്നും കയറാനൊന്നും പറ്റൂല കേട്ടാ. വന്നാല് നമുക്ക് പിന്നെ ഒരു ദിവസം പോവാ പറ്റെങ്കിൽ കേട്ടാ ഫെസ്റ്റിന്. ഇപ്പൊ നമുക്കിത് കൊണ്ടു കൊടുത്തിട്ട് വേഗം വരാം. ഇന്ന് കയറാനാവില്ല. ഇന്ന് കയറാനാവും, പക്ഷെ ഇപ്പൊ ഇത് കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ കയറാനാവില്ല. മറ്റേ നമ്മൾ എൻട്രി പാസ് എടുത്തിട്ട് തന്നെ പോണ്ടേ. ഇതാണ് പലഹാരം കൊണ്ട് കൊടുക്കാൻ പോകുന്നില്ല. ഓൾറെഡി പാസ്സെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കുടുംബശ്രീക്കാർക്ക് പൈസ കുറവുണ്ട്. അപ്പം അന്നേ പാസ്സെല്ലാം ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് 3-4 എണ്ണം. അമ്മ ഇരുന്നുണ്ട്. അമ്മ വൈകുന്നേരം പറ്റിയെങ്കിൽ പോകണമെന്നെല്ലാം വിചാരിച്ചിനി. അല്ലെങ്കിൽ പിന്നെ നാളെ പോവാം നോക്കിയിട്ട്. എന്നാ കൊണ്ട് കൊടുക്കാൻ പോയിട്ട് നമ്മളെ അപ്പൊ കരുവള്ളൂർ ഫെസ്റ്റിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് ഫെസ്റ്റിവലിന് നമ്മളെ കുടുംബശ്രീന്റെ സ്റ്റാളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ പലഹാരം കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടാ. നല്ല ചെടിയെല്ലാം നല്ല സാരി വേണ്ടേ? നല്ല സാരി പീസൊക്കെ ഉണ്ട്. വരുന്നു അപ്പോൾ നമ്മൾ ആ പെട്ടിയപ്പം അരിയുണ്ടെല്ലാം ഇതാ ഇവിടെ കുടുംബശ്രീൻ്റെ സ്റ്റാളിൽ എത്തിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കണോ? എന്ന് പാമ്പ്
കൈത്താൻ ഒന്നും ആകില്ല. പോയി നോക്കറാലോ ഒക്കെ. അതിന്റെ കാലിനെല്ലാം നിറച്ച് രോമുണ്ട് ഇങ്ങനെ ചൊപ്പ പോലെ. എന്തോ ഒരു പോയി മൊത്തം ഇങ്ങനെ നായ്ക്കല്ല രോമം ഉണ്ടാവില്ലേ അതുപോലത്തെ രോമം ഇതേ കോഴി അല്ലേ. പിന്നെ പ്രാവുണ്ട്, കൊറേ ലവ് ബേർഡ്സ് ഉണ്ടല്ലോ, പക്ഷി ഉണ്ടല്ലേ. അതിൻ്റെ ഉള്ളൊക്കെ എന്തോ കുരുവിയാറ്റാ ഒരു നീലക്കൂട്. ആളൊക്കെ രാവിലെ ഇങ്ങനെ അടുത്ത് കാണാം. പിന്നെ അവിടെ ഒരാൾ പാമ്പ് എടുക്കുന്നുണ്ടേ. ആ പാമ്പിനെ കണ്ടിട്ടേ രാവിലെ നമ്മ പോലെ പിന്നെ ഒരു ദിവസം സെറ്റ് റൈഡിലെല്ലാം കയറാം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.